ാണ് മെഷീൻസ് ഞങ്ങളുടെ ഹെൽത്തിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു രഹസ്യമാണ്. കണ്ടില്ലേ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ശർക്കര ഒന്നും വേണ്ട. ഇന്നങ്ങനെ വാങ്ങോ ബട്ടറാണോ അല്ലേ? കണ്ട ക്യാരറ്റ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മന്ത് എൻഡ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങാനില്ല, എന്നാലും ഇത് കാണാൻ ഇഷ്ടമുള്ള വീഡിയോ ആണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതലും ലൈറ്റ് നൈറ്റ് ഷോപ്പിംഗ് ആയിട്ടാണ് ചെയ്യാറ്. എൻ്റെ വീഡിയോ കാണുന്നവർ കാര്യമായിരിക്കും ഞാൻ കൂടുതലും നൈറ്റ് തന്നെയാണ് പർച്ചേസ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുക. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫേസ് വാഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ് വാഷ് കയറുന്ന ഭാഗത്ത് തന്നെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫേസ് വാഷ് കഴിഞ്ഞു. അപ്പോൾ സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് മസ്റ്റാണ്. സോപ്പ് ഉപയോഗിച്ച് അപ്പം മുഖത്തൊക്കെ കുരു വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെയിനായിട്ട് സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കാണ്. എന്നിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കിച്ചണിലേക്ക് ആവശ്യമായ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ കൊട്ട എനിക്ക് നല്ല ഇഷ്ടമായിട്ടേ കാണാൻ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു റാക്കാട്ട് എത്ര ഭംഗി കൊടുക്കണം. അതിന് 250 പൈസ ഉള്ളൂ കേട്ടോ അതിന്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. പിന്നെ ഈ സ്പൂണുകൾ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ പൊതുവേ വില കുറവാണ് ഉണ്ടാവാറ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മീൻ വാങ്ങാനാണ്. അപ്പോൾ മീൻ നോക്കിയപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച മീനൊന്നും ഫ്രഷ് ഇല്ല. നമുക്ക് വാങ്ങാൻ പറ്റിയ മീനുകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇതാ ഈ കേക്ക് ഒക്കെ ഞാൻ കേക്കൊക്കെ ഇടക്ക് വാങ്ങലുണ്ട്. ഇങ്ങനെ നോക്കും, ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല. അപ്പോൾ ഇന്ന് വാങ്ങിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയതാണ്. 5 റിയാല. ഇപ്പോൾ വന്ന ഫ്ലാറ്റിൽ ചെറുതായിട്ട് പാറ്റയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ആദ്യം വലിയ കാര്യമാക്കില്ല, പിന്നെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു പേസ്റ്റ് നല്ലൊരു ഉപകാരമുണ്ട്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ പാറ്റ ഉണ്ടായിരുന്നപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പാറ്റൊക്കെ ചത്ത് ഇല്ലാണ്ടായിട്ട്. പക്ഷെ 5 റിയാലായിരുന്നു കേട്ടോ അതിൻ്റെ വില. നെയ്യ് കഴിഞ്ഞു കേട്ടോ. ചെറുതെടുത്താ പോരെ. ഇത് മതി. നമ്പീഷ്യൻസ് ഞങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡാണ് നമ്പീഷ്യൻസ്. ഞങ്ങളുടെ ഹെൽത്തിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു രഹസ്യമാണ്. കണ്ടില്ലേ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു രഹസ്യമാണ് പുട്ടുപൊടി ആ വെളിച്ചെണ്ണ ചെയ്തിട്ടില്ല അല്ലേ ഞാൻ. ഈസ്റ്റേൻ്റെ പുട്ടുപൊടി ഉണ്ട്. പുട്ടുപൊടി നമ്മളുടെ അജ്മീൻ്റെ പുട്ടുപൊടി ഇല്ലേ, ഈസ്റ്റേൻ്റെ പുട്ടുപൊടി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഈ സിന്നമ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഇരിക്കുന്നൊക്കെ ബ്രൗൺ ഷുഗർ ആട്ടോ. ശർക്കര ഒന്നും വേണ്ട. അങ്ങനെ വാങ്ങോ. അതിന് വിലല്ലോ വിൽക്കൂ. ചെറുത് വാങ്ങിക്കൂടെ? ചെറുത് വാങ്ങിയപ്പോരെ. ശുദ്ധ വെളിച്ചെണ്ണ കൊറിയാലിൻ്റെ അപ്പം എന്തൊക്കെ വാങ്ങാനുണ്ട്, ഏതൊക്കെ സെക്ഷനിലാണെന്ന് ഫവൽക്കിന് മൊബൈലിൽ നോക്കട്ടെ. മൊബൈലിലാണ് ഞങ്ങളിങ്ങനെ ബില്ലിടാട്ടോ. അപ്പം അതിലിങ്ങനെ എവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് ഇങ്ങനെ നോക്കാണ്. അത് കേടാവൂല, ബോക്സ് അല്ലേ. എടുത്തോ. ഫ്രഷ് ക്രീം കഴിഞ്ഞ ഡേറ്റ് 7/6. ക്യാരറ്റ് എടുത്തോ. ക്യാരറ്റ് പടം അല്ലെങ്കിൽ തരും. നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ? റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലേ. തക്കാളി ചൊവ്വില്ല, 2-3 എടുത്താൽ മതി.
നേന്ത്രപ്പഴം ഇട്ട് മോരുകറി ഉണ്ടായി കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് മാത്രം മതിയുടെ ചോറും വേറെ ഒന്നും വേണമെന്നില്ല. ഒരു മുട്ട പൊരിച്ചതും ഇതുണ്ടെങ്കിൽ ഒരു വയറച്ച് ചോറുന്നോളും. അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴം നോക്കി വന്നതാണ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ കറിയിൽക്ക് വല്ലാണ്ട് പഴുത്തതായാലും കുഴപ്പമില്ല. പിന്നെ ഒന്നോ രണ്ടെണ്ണം മതിയല്ലോ. അപ്പം അങ്ങനെ ഒന്ന് രണ്ടെണ്ണം എടുത്തുട്ടാ. പൂവൊക്കെ ഉണ്ട് കേട്ടോ. റോസ് ഫ്ലവർ നമ്മളെപ്പോൾ ഷോപ്പിങ്ങിന് വന്നാലും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കും കേട്ടോ. ഒരുപാടൊന്നും വാങ്ങി വെക്കില്ല, കാരണം അപ്പോൾ ഫവൽക്ക് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഒന്നും വാങ്ങി വെക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥിതിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇഷ്ടമുള്ള വെജിറ്റബിൾസും നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യും കേട്ടോ. പിള്ളേർക്ക് മാങ്ങ പഴുത്തത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില ഈ നോമ്പിനൊക്കെ വരുന്ന മാങ്ങ ഒക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതൊക്കെ ഒരു മാതിരി എന്താ പറയുക, പഴുപ്പിച്ച മാതിരി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് ശരിക്കും പഴുത്തിട്ടും ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല കേട്ടോ. കുറേ തരം മാങ്ങകളൊക്കെ ഉണ്ട്, പക്ഷെ വാങ്ങിയില്ല കേട്ടോ. റാസ്ബെറി അത് അപ്പോൾ കുറേ നാളായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ഒരു ഐസ്ക്രീം എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഐസ്ക്രീം അങ്ങനെ നല്ലതുണ്ടോ എന്നിങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഐസ്ക്രീം വാങ്ങുമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എനിക്ക് ഐസ്ക്രീം കൊടുക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളും വാങ്ങലില്ല. അപ്പോൾ കുറേ നാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മോഡലൊക്കെ നോക്കാം കേട്ടോ. ഇത് ടിക്സിൻ്റെ, പിന്നെ നമ്മളെ ബൗണ്ടിയുടെ, പിന്നെ സ്നിക്കേഴ്സിൻ്റെ, അങ്ങനെ കുറേ മോഡൽ ഐസ്ക്രീമുകളുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ ചോക്ലേറ്റും അല്ല ഐസ്ക്രീമും അല്ല, അങ്ങനെ രണ്ടും അല്ലാത്തൊരു രീതിയിൽ. കാരണം വെച്ചാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം മെൽറ്റായി പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ഐസ്ക്രീമാണ്. ഞാൻ ഒമാനിൽ വന്ന ടൈമിലൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കുമായിരുന്നു കേട്ടോ. സ്നിക്കേഴ്സിൻ്റെയും ഗാലക്സിയുടെ ഒക്കെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒഴിവ് സമയങ്ങൾ എൻജോയ് ആക്കാം നമുക്ക്. അങ്ങനെ ഇനി നമ്മൾ പോണത് നട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആണ്. നട്ട്സും ഓട്സും ചിയാ സീഡൊക്കെ കുതിർത്തിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ലേ, ആ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഏർലി മോർണിംഗിൽ ഡ്യൂട്ടിക്ക് പോണവർക്കൊക്കെ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ഹെൽത്തിയാണ്, എല്ലാവിധ പ്രോട്ടീനും എല്ലാതും കൂടിയിട്ടുള്ള എന്താ പറയുക, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇടയ്ക്ക് ഞാനും കഴിക്കലുണ്ട്. കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനിങ്ങനെ ഓവർനൈറ്റ് ഓട്സ് കഴിക്കാറുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മറ്റേ പാലിൽ കുറുക്കണ ഓട്സിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് കഴിക്കാനായിട്ട്, കാരണം നമ്മൾ ജസ്റ്റ് പാൽ കുതിർത്തല്ല ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ സിന്നാമൻ പൗഡർ ഉണ്ടല്ലോ, അത് ഈ കറുവപ്പട്ടയുടെ പൊടി അതും കൂടി കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ചിയാ സീഡ് അറിയാമല്ലോ, എല്ലാത്തിനും നമ്മളെ വെയിറ്റ് ലോസിനായാലും ഒക്കെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ചിയാ സീഡ്, കുറച്ച് നട്ട്സുകൾ, അങ്ങനെ കുറച്ച്, പിന്നെ ഈ ബ്ലാക്ക് മുന്തിരി ഒക്കെ വാങ്ങി. ഇത് വാങ്ങിക്കോലിക്കോ, ഡ്രൈഡ് സ്ട്രോബെറി കുറച്ച്. ഡ്രൈഡ് മാംഗോ, സൗദി ലൂസ് ബേസ്, ഡ്രൈഡ് ഡേറ്റ്സ് ഹൽവ. ഫൈഹാക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ വഴിയേ വരുമ്പോഴാണ് ഞങ്ങൾ കണ്ടത് വെളിച്ചെണ്ണയ്ക്ക്, ഇവിടെ നന്മയുടെ വെളിച്ചെണ്ണയ്ക്ക് ഓഫർ ഉണ്ട് കേട്ടോ. 1 റിയാൽ 390 പൈസ. അപ്പം ഞങ്ങളെടുത്ത വെളിച്ചെണ്ണ മാറ്റിയിട്ട് എന്താ ചെയ്തു, പുതിയ വെളിച്ചെണ്ണ എടുത്തു. 790 പൈസ. ടാറ്റാ ടാറ്റാ. മക്കള് സർപ്രൈസ് ഞങ്ങൾ സർപ്രൈസ് നോക്കട്ടെ. ഡെലിഷ്യസ്, ഡെലിഷ്യസ്. പപ്പാക്കല്ല ഉമ്മ.
ഏത് അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വൈഹ പറഞ്ഞു വൈഹ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഇവിടെ നിന്ന് പറയും. അപ്പൊ എല്ലാവരും നിന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെല്ലടിക്കണം. അതാ കേട്ടോ ഡിങ്കി ഡിങ്കി ബെല്ലടിക്കണം. ഡിങ്കി ഡിങ്കി എന്നാണോ ബെല്ലടിക്കുക? അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പിള്ളേർ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡിങ് ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബെല്ലടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.